എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവല് മേടിക്കുന്ന ഇഷ്ടമല്ല, പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല. അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്ത് കണ്ടിട്ടാണ് ഇവളുടെ പുറകെ പോയെന്ന്. ദിവസം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എന്റെ ഉണ്ട്. ഞാൻ ഈ പറയുന്നല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു വെച്ചത് കാണിക്കാൻ വേണ്ടിട്ട് തന്നെ. നമസ്കാരം. ഇത്രയും നാളും പലരും അറിയാതെ ഇരുന്ന ഒരു ക്യാരക്ടറും കൂടി ഇപ്പൊ രംഗപ്രവേശനം നടത്തിയേക്കാണ്. കൊല്ലസുധിയുടെ സെക്കൻഡ് വൈഫ്. പലരും വിചാരിച്ചിരുന്നത് രേണുസുധിയാണ് കൊല്ലസുധിയുടെ സെക്കൻഡ് വൈഫ് എന്നാണ്. എന്നാൽ അല്ല, രേണുസുധി തേർഡ് വൈഫാണ്. എത്ര ഭാര്യമാരാണ് ഇങ്ങനെ ഓരോ ഭാര്യമാരായിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് വൈഫ് ഇപ്പം ഇല്ല, നമ്മുടെ കൊല്ലസുധി ഇപ്പം നമ്മുടെ ഭൂമിയിലില്ല. അപ്പോൾ കൊല്ലസുധി ഇല്ലാത്തൊരു സാഹചര്യത്തില് എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ചാനലിനോടാണ് ഇവർ പ്രതികരിച്ചേക്കുന്നത്. എന്നാൽ ഇവരുടെ പേരോ നാളോ വീടോ അങ്ങനെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ ആദ്യം തന്നെ പറയുന്നുണ്ട്. പേരും നാളും ഒന്നും വെളിപ്പെടുത്താത്ത ഒരാളെ ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അങ്ങനത്തെ വ്യക്തികളെ 100% വിശ്വസിക്കത്തില്ല. ഒരാൾക്കൊരു കാര്യം തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പം വേറെ ചില സാഹചര്യത്തിൽ, അതായത് ഇങ്ങനെ ഭീഷണി നിലനിൽക്കുന്നു അത്തരം സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്തൊരു സാഹചര്യത്തിൽ പേരും നാളും ഒന്നും പുറത്തു പറയാതെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ ഞാൻ അംഗീകരിക്കാറില്ല. അവരെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ തികച്ചും അൺവാണ്ടഡ് ആയിട്ടാണ് തോന്നിയത്. എന്തിനു വേണ്ടിയിട്ട് അവർ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തി? ആ തുറന്നു പറച്ചിലില് കൊല്ലം സുധിയെയും രേണുസുധിയെയും ഒക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള തുറന്നു പറച്ചിലാണ്. അതായത് അവരുടെ ജീവിതം രേണുസുധി നശിപ്പിച്ചു, അവരുടെ ജീവിതം കൊല്ലസുധി ഇല്ലാതെയാക്കി. ആ ഒരു ലൈനിലാണ് അവർ സംസാരിച്ച് വെക്കുന്നത്. എന്നിട്ട് ഇവര് സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ പറയുന്നുണ്ട്, കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു ഞാൻ എന്നുപോലും എനിക്ക് അറിയപ്പെടാൻ താല്പര്യമില്ല, കൊല്ലം സുധിയെക്കുറിച്ച് പറയാൻ പോലും താല്പര്യമില്ല. പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരായിരുന്നു. എന്തിനു പറഞ്ഞു? എൻ്റെ ഒരു നിഗമനം, ഇപ്പോൾ രേണുസുധി അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ടും അവർ തളരാതെ തന്നെ മുന്നോട്ട് പോകുന്നു. അവർ കുറച്ചും കൂടി ഇനി ഉയരങ്ങളിലേക്ക് എത്തും. ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് വരെ അവർക്ക് അവസരം കിട്ടിയേക്കാം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ അടിച്ചു താഴ്ത്താനോ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടാനോ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊരു അവതാര ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്തൊരു കോൺട്രവേഴ്സി ആകാനും സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസിന് മുമ്പ് ഇതുപോലുള്ള പല കോൺട്രവേഴ്സികളും നമ്മൾ കാണേണ്ടി വരും. ചിലപ്പോൾ അതായിരിക്കാം. ഒന്നെങ്കിൽ അസൂയ കൊണ്ട് പുള്ളിക്കാരി രംഗത്ത് വന്നതാണ്, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പല റീസണുകളുമായിരിക്കാം. ഏതായാലും പുള്ളിക്കാരി തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ട് കുറെ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചു. ഞാൻ തന്നെയാണ് ചോദിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി? അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ? അത് ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കണം അല്ല പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്? അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. അറിയാമായിരുന്നു. അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് ഞങ്ങള് പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടനും ചേട്ടത്തിയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? എന്താ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട്
പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നേ ആൾ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്, അപ്പോൾ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല, അവൾ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ. ഇവരുടെ ഈ തുറന്നു പറച്ചിൽ ഒട്ടും ശരിയായില്ല. സത്യത്തിൽ ഈ തുറന്നു പറച്ചിൽ കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. രേണുസുതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഈ തുറന്നു പറച്ചിൽ കൊണ്ട് സത്യത്തിൽ നെഗറ്റീവ് വന്നത് ആർക്കാണ്? പേര് കളങ്കപ്പെട്ടത് ആർക്കാണ്? കൊല്ലസുതിക്ക്. ആ വ്യക്തി ഈ ഭൂമിയിൽ ഇല്ല, എന്നിട്ട് പോലും ആ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നില്ല. ആ വ്യക്തിയുടെ പേരാണ് സത്യത്തിൽ കളങ്കപ്പെട്ടത്. 3 ഭാര്യമാര്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആദ്യത്തെ ഭാര്യ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് അയാളുടെ കൂടെ പോയതാണ്, കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ആ ഭാര്യ ജീവിച്ചിരിപ്പില്ല. രണ്ടാമത്തെ ഭാര്യയാണ് ഇവര് മെസ്സേജ് കണ്ടു, ഇവരുടെ ജീവിതം തകർത്തത് രേണുസുതിയാണ്. രേണുസുതിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജ് കണ്ട് ഇഷ്ടപ്പെടാതെ ചോദിച്ചു. രേണുസുതി കാരണമാണ് അവരുടെ കുടുംബജീവിതം തകർന്നതെന്നാണ് ഈ ഒരു സ്ത്രീ അവകാശപ്പെടുന്നത്. അങ്ങനെ ഈ സ്ത്രീയും പോയി, ഈ സ്ത്രീ വേറെ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുകയാണ്, അവരുടെ ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഒരു കുഴപ്പവും ഇല്ല. അവർ രണ്ടാമത് കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടികളുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നു. അവരുടെ ജീവിതം അങ്ങ് നോക്കിയാൽ പോരെ. പിന്നെ ഈ രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു ഇന്റർവ്യൂവിലും വന്ന് ഇവരെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ആദ്യത്തെ വൈഫിനെ പറ്റിയിട്ട്, കിച്ചുവിന്റെ അമ്മയെ കുറിച്ചിട്ട് 1-2 ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂവർ ചോദ്യം ചോദിച്ചപ്പോൾ. അതല്ലാതെ ഇവരെ കുറിച്ച് പബ്ലിക്കിന്റെ മുമ്പിൽ ഇതുവരെയും രേണുസുതി വന്ന് സംസാരിച്ചിട്ടില്ല. പിന്നെ രേണുസുതിക്ക് അറിയാവുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം, അത് ചിലപ്പോൾ ഇവരുടെ കാതിലെത്തിയിട്ടുണ്ടാകാം. പക്ഷേ പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങനെ സംസാരിക്കാത്തിടത്തോളം കാലം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്? ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് രേണുസുതിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഇപ്പൊ രേണുസുതി ഇവരുടെ കുടുംബജീവിതം തകർന്നതാണോ ഇല്ലയോ എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പില്ല. പക്ഷേ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നുമില്ലാതെ ഇരുന്നപ്പോഴാണ് സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് കൊല്ലസുധിക്ക് ഒരു മകനുണ്ട്, കൊച്ചു ചെറുക്കനാണ്. അതായത് ഒരു മകനുള്ള ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ സാക്രിഫൈസ് തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ വേറൊന്നും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. കൊല്ലസുധി ഈ ഒരു ലോകത്തുനിന്ന് പോയതിനു ശേഷമാണ് അവരിപ്പോൾ ലൈംലൈറ്റിലേക്ക് വന്നതും അവർക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും അവർ അഭിനയിക്കുന്നതും ഒക്കെ കൊല്ലസുധി ഇല്ലാത്ത സാഹചര്യത്തിലാണ്. കൊല്ലസുധി ഉണ്ടായിരുന്ന സമയത്ത് അവർ യാതൊരു രീതിയിലും കൊല്ലസുധിയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. അത്രയും നാളും കൊല്ലസുധിയുടെ മകനെയും നോക്കി, രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ച് അവരൊരു നല്ല ഭാര്യയായിട്ട് അവരുടെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. ആ കാര്യത്തിൽ നമ്മൾ രേണുവിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവുള്ളൂ, കുറ്റം പറയാൻ പറ്റത്തില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ലൊരു ലൈഫായിരുന്നു രേണുവുമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് രേണുവിനെ ആ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇനി നമുക്കറിയത്തില്ല ഈ ആരോപണങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയത്തില്ല. ആ ഒരു ഭാഗം തെറ്റ് തന്നെയാണ്. രേണു ഇനി ഇയാളെ തട്ടിപ്പറിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ തട്ടിപ്പറിച്ചെടുത്തതാണോ ഇല്ലയോ എന്നുള്ളതിന് നമുക്ക് പ്രൂഫില്ല. ഇവർ വന്നൊരു ആരോപണം നടത്തുന്നു എന്ന് മാത്രമാണ്, ഇവർ പ്രൂഫ് ഒന്നും തന്നെ ഹാജരാക്കുന്നില്ല. ഓക്കെ, അപ്പം തട്ടിപ്പറിച്ച് എടുത്തതാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ തട്ടിപ്പറിച്ചെടുത്തതാണെങ്കിലും ആ കുട്ടിയെ നോക്കി, ഭർത്താവിനെ നോക്കി നല്ല രീതിയിൽ ഒരു ലൈഫ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ. രേണുവിന് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ? ഇല്ല. കൊല്ലസുധി എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിച്ചത് കൊണ്ടും അയാളോടുള്ള പ്രണയം കൊണ്ടുമാണ് രേണു അയാളുടെ ലൈഫിൽ നിന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ രേണുവിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, രേണുവിന് ലീഗലി മാരീഡ് അല്ല, പിന്നെ എന്തിനാണ് കൊല്ലസുധിയുടെ പേരെടുത്ത് ഉപയോഗിക്കുന്നത്. അതിന് രേണു ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ മറുപടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാര്യത്തിൽ ഞാൻ രേണുവിനൊപ്പമാണ്. ഞാൻ രേണുവിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ ഈ ഒരു കാര്യത്തിൽ രേണുവിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് തോന്നി. അതായത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് സുധിയെ എടുത്ത് ഉപയോഗിക്കുന്നത്, അതിനുള്ളൊരു മറുപടിയായിട്ട് രേണു വരുന്നുണ്ട്. നമുക്ക് ആ മറുപടി ഒന്ന് കേൾക്കാം. നേരിടുന്നത് തന്നെ സുധിയുടെ വൈഫാണ്. സുധിയുടെ വൈഫാണ് ഞാൻ, കാരണം ലീഗലി എന്നെ മാത്രമേ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എൻ്റെ ഉണ്ട്. ഞാൻ ഈ പറയുന്നതല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല. ഞാൻ ഇപ്പം തന്നെ എടുത്ത് വെച്ചത് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്.
ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസൻ ദാസ്, രേഷ്മ എന്നാണ് ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് തന്നെ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷികൾ സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു കെ ജെ, അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, സുചൻ അളിയാന്ന് വിളിക്കുന്നത് ലിബു കെ ജെ, ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ അടുത്ത ബിന്ദു സെബാസ്റ്റ്യൻ, എന്റെ അമ്മയുടെ അനിയത്തി. അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ്, എന്റെ അമ്മയുടെ ആങ്ങളായിട്ട് വരും. ഈ 3 പേരായിരുന്നു ഇതേണ്ട ഞങ്ങളുടെ സാക്ഷികൾ. ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ്. ഇതിപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ, സുധിച്ചേണ്ട വൈഫാന്ന് പറയുന്നത്. ഇനി എന്തിനാണ് എനിക്ക് ഇത് കാണിക്കേണ്ട വന്ന്, ഇത് കാണിക്കാതിരിക്കാൻ പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇത് എനിക്ക് കാണിക്കേണ്ട വന്ന്. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ, എന്റെ ഒഫീഷ്യൽ നെയിമാണ്. എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേര് രേണു തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിം, പക്ഷേ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അത് സർട്ടിഫിക്കറ്റ് രേഷ്മ എന്ന് വന്നു. പക്ഷേ എന്റെ സുധിച്ചേന്റെ രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു. അതുകൊണ്ട് രേണു സുധി എന്ന് അറിയപ്പെട്ടു. രേണു എന്തിനാണ് നീ സുധിച്ചേന്റെ പേര് പറയുന്നത്? എന്റെ സുധിച്ചേട്ടൻ എന്റെ ഒറിജിനൽ എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭർത്താവാടെ ഇന്നും. അതുകൊണ്ട് ഞാൻ ഇനി ഫോട്ടോ വെക്കും, ഇനി ഫോട്ടോയുടെ ഫ്രണ്ട് ഇരിക്കും, ഇനി രേണു സുധീൻ തന്നെ പറയും, രേഷ്മ സുധീൻ തന്നെ പറയാൻ. നിങ്ങൾക്കൊക്കെ എന്താടേ? ഞാൻ ഇനി പറയാം, എനിക്ക് ആ ഒരു അവകാശമുണ്ട്, എനിക്ക് മാത്രമേ ഉള്ളൂ. ഭർത്താവിന് ഇതിനകത്ത് ഇതേതായാലും ചുമ്മാ ആകത്തില്ലല്ലോ, ഗവൺമെന്റ് അംഗീകരിച്ച സാധനം ചുമ്മാ ആകത്തില്ലല്ലോ. പിന്നെ എന്തിനാ ഇവറ്റകളുടെ ഞാൻ വായിടുന്നത്? അതല്ല ഞാൻ ഒന്നും ഉണ്ടായിരിക്കുന്നത്. ഫോട്ടോ മാറ്റും. കഷ്ടം. അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ ആൾക്കാരെ കാണിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് രേണുവിനോട് സിമ്പതി ഉണ്ട് കേട്ടോ. കാരണം അവരുടെ ഭർത്താവിന്റെ പേര് ഉപയോഗിക്കാനും ഭർത്താവിന്റെ ഫോട്ടോ എടുത്ത് മാലയിട്ട് വെക്കാനും അതിനൊപ്പം ഇരിക്കാനും ആ പേര് സ്വന്തം പേരിന്റെ കൂടെ ചേർക്കാനും ഒക്കെയുള്ള അവകാശം അവർക്കുണ്ട്. അത് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെ കമന്റ്സ് ഇടുന്നുണ്ട്. അങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് തെറ്റാണ്. ഇപ്പൊ ഭർത്താവ് ഇല്ല എന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇപ്പോഴും ആ ഭർത്താവിന്റെ ഭാര്യയായിട്ടാണ് നിലനിൽക്കുന്നത്. അവര് വേറെ വിവാഹം കഴിച്ചിട്ടില്ല, വേറെ ആരെയും പ്രണയിക്കുന്നില്ല. അവരവരുടെ ലൈഫ് നോക്കി പോകുന്നു, ജീവിക്കാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുള്ളൊരു പ്രൊഫഷൻ നോക്കി പോകുന്നു. പക്ഷേ അന്നും ഇന്നും ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് രേണു എന്ന് പറയുന്ന വ്യക്തിയോട് എതിർപ്പുള്ളത് ഒരേ ഒരു കാര്യത്തിനോട് മാത്രമാണ്. അതായത് രേണു നെഗറ്റീവ് പബ്ലിസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിനോട് മാത്രമാണ് എനിക്ക് രേണുവിനോട് എതിർപ്പുള്ളത്. അങ്ങനത്തെ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയും. എന്ന് വെച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനിപ്പം എന്നും ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ അവരെ ആ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ആർക്കും അവകാശമില്ല. അവരുടെ ഭർത്താവിൻ്റെ പേരെടുത്ത് ഉപയോഗിക്കരുത്, ഭർത്താവിൻ്റെ പേരിനോട് ചേർക്കരുത് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അവർ ലീഗലി മാരീഡ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആ സ്ത്രീയുടെ ആരോപണത്തിനും ഇത് ഒരു ഉത്തരവാണ്. അവർ ലീഗലി മാരീഡ് ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് ജീവിച്ചത്. രേണു എന്ന് പറയുന്ന വ്യക്തി കൊല്ലസുധിയുടെ ജീവിതത്തിലേക്ക് വന്നു, കിച്ചുവിനെ സ്വന്തം മകനായിട്ട് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സ്ത്രീ, ഇവർക്ക് രേണുവിന് ആ സമയത്ത് വലിയ പ്രായം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത്രയും പ്രായം കുറവായിരുന്നിട്ടും അത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ കല്യാണം കഴിച്ചു, തന്നെക്കാട്ടിൽ ഒരുപാട് പ്രായത്തിന്റെ വ്യത്യാസമുള്ളൊരു മനുഷ്യനെ കല്യാണം കഴിച്ചു, അയാളുടെ മകനെ സ്വന്തം മകനായിട്ട് നോക്കി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ രണ്ടുപേരുടെ റിലേഷനിൽ വേറെ പ്രശ്നങ്ങളോ കോട്ടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പോഴും അവനെ സ്വന്തം മകനായിട്ട് തന്നെയാണ് രേണു കാണുന്നത്. അങ്ങനെ ഒരു സ്ത്രീ കാണുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് അവരുടെ സാക്രിഫൈസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ രേണുവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു അവതാര ഉദ്ദേശം, പുതിയൊരു അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ പേരും നാളും ഊരും ഒക്കെ വെളിപ്പെടുത്തണം. അങ്ങനെ പേരും നാളും ഊരും ഒന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകരുത്, അങ്ങനെ അവർ പറയുന്നുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ പേരൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാനാണ് എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തിൽ, അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് വ്യാകുലതയുണ്ട്. പിന്നെ അവരെന്തുകൊണ്ടാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് വ്യാകുലപ്പെടാത്തത്? അപ്പൊ രേണുവിന്റെ ജീവിതം മോശമായാലും രേണുവിന്റെ പേര് നശിച്ചു പോയാലും കുഴപ്പമില്ല, അതെന്നുണ്ടെങ്കിൽ കൊല്ലസുധിയുടെ പേര് കളങ്കപ്പെട്ടാലും കുഴപ്പമില്ല, എൻ്റെ ഇപ്പോഴത്തെ ജീവിതം പെർഫെക്റ്റ് ആവണം. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്ന ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതല്ല, അവരിനിയും സ്വന്തം യഥാർത്ഥത്തിലുള്ള അവരുടെ രൂപം എന്താണെന്നും അവരാരാണെന്നും അവരുടെ പേരെന്താണെന്നും ഒക്കെ വെളിപ്പെടുത്തിയതിനു ശേഷം ഇത്തരം കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അവർ പ്രൂഫ് എല്ലാം നിരത്തുവാണ്. ഇപ്പം കൊല്ലസുധിക്ക് രേണുസുധി ഇതിനു മുമ്പ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചു, ഇവരുടെ ജീവിതം തടസ്സപ്പെടാൻ കാരണം ഇവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൂഫ് കാണിച്ച് അങ്ങനെയൊക്കെ കൊണ്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാം. അവർ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒപ്പം നിൽക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണു ആദ്യം ചെയ്തത് തെറ്റാണ്. കാരണം ഭർത്താവുള്ള ഒരു പുരുഷനെ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാണ്. അയാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് തെറ്റാണ്. പക്ഷേ അത് തെറ്റാണെന്നുണ്ടെങ്കിലും പിന്നീട് കൊല്ലസുധിയുടെ ലൈഫിലേക്ക് രേണുസുധി പോയപ്പോൾ രേണുസുധി നന്നായിട്ട് തന്നെയല്ലേ ജീവിച്ചേ?
അതായത് കൊല്ലസുധിയെ സ്വന്തം ഭർത്താവിനെ പോലെ നല്ല രീതിയിൽ നോക്കി, കൊല്ലസുധിയുടെ മകനെ നല്ല രീതിയിൽ നോക്കി, അങ്ങനെയല്ലേ രേണു മുന്നോട്ട് പോയത്. ആ കാര്യത്തിൽ നമുക്ക് രേണുവിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ.